നമസ്കാരം. ഹയർ റേഞ്ച് കുടുംബത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ ഈ യൂട്യൂബ് ടിപ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം യൂട്യൂബ് ടിപ്സ് തന്നെയാണ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മറന്നു പോകണ്ടാത്ത ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അതായത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് യൂട്യൂബ് ചാനലുള്ള ഒരു മസ്റ്റായിട്ടും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട മറ്റൊരു ആപ്പാണ് YT സ്റ്റുഡിയോ. ഈ YT സ്റ്റുഡിയോ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക പഠിക്കാൻ പറ്റും അതിൽ നിന്ന്. അതായത് നമ്മുടെ ചാനൽ ഇപ്പോൾ പോകുന്നത് നല്ല രീതിയിലാണോ, ശരിയായിട്ടുള്ള രീതിയിലേക്കാണോ മുമ്പിലേക്ക് പോകുന്നത്, അതോ തെറ്റായ രീതിയിലാണോ പോകുന്നത്, ആരൊക്കെയാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ആരൊക്കെയാണ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടാത്തത്, സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ലയോ, നമുക്ക് എപ്പോൾ നമുക്ക് പൈസ കിട്ടും, നമുക്ക് വാച്ച് അവേഴ്സ് എത്രയായി, സബ്സ്ക്രൈബേഴ്സ് എത്രയായി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ YT സ്റ്റുഡിയോ വഴിയാണ് നമുക്ക് അറിയാൻ പോകുന്നത്. പിന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ ചാനലിൽ ഗ്രോത്ത് ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നത് നമുക്ക് യൂട്യൂബ് ചാനലിലൂടെയല്ല YT സ്റ്റുഡിയോയിലൂടെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, പ്ലേ സ്റ്റോറിൽ നമ്മൾ YT സ്റ്റുഡിയോ, അതിൻ്റെ പൂർണ്ണ രൂപമാണ് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് YT സ്റ്റുഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, നമുക്ക് പ്ലേ സ്റ്റോറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു YT സ്റ്റുഡിയോ എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നേരെ YT സ്റ്റുഡിയോ എന്ന് അടിച്ചു കൊടുക്കുക. YT സ്റ്റുഡിയോ നമ്മൾ നേരെ ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് അതായത് നമ്മുടെ ഫോണിലെ യൂട്യൂബ് എൻ്റെ അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ടുമായിട്ട് ഓൾറെഡി ഇത് സിങ്ക് ആയിക്കോളും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ നേരെ സിങ്ക് ആയതിനു ശേഷം നമുക്ക് നേരെ YT സ്റ്റുഡിയോയിലേക്ക് കടന്നല്ലോ. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇരിക്കുന്നതെന്നും എങ്ങനെ നമ്മുടെ ചാനൽ ഗ്രോത്ത് ആകുന്ന ഏത് ഭാഗത്താണെന്നും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം അല്ലേ. ഞാൻ അത്യാവശ്യം സ്പീഡിലാണ് കേട്ടോ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പീഡ്, ഞാൻ മാക്സിമം സ്പീഡിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ YT സ്റ്റുഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ നമ്മൾ നേരെ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ഇതാണ് YT സ്റ്റുഡിയോ. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാം എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരെ ഇതിൻ്റെ കളർ ഒന്ന് മാറ്റിക്കോട്ടെ കേട്ടോ. ഓക്കെ, ഇതാണ് YT സ്റ്റുഡിയോ. അപ്പോൾ നമ്മളെ YT സ്റ്റുഡിയോ നമ്മൾ നേരെ ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ബേസിക് ആയിട്ട് നമ്മുടെ ചാനലിൽ എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അതായത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഇതന്നെ മേളിൽ ഹയർ റേഞ്ച് കുടുംബം കൊണ്ട് നമ്മുടെ പേര് കാണാം. പിന്നെ അതുപോലെ തന്നെ താഴെ സബ്സ്ക്രൈബേഴ്സ് എത്രയായി, പിന്നെ അതിന് നേരെ താഴേക്ക് വന്നപ്പോൾ ഈ വ്യൂസ്, സബ്സ്ക്രൈബേഴ്സ്, വാച്ച് ടൈം, അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് റവന്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത് കാണാം. അപ്പോൾ ഇതിനകത്ത് വ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ ചാനലിൻ്റെ വ്യൂസ് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വലത് സൈഡിൽ കണ്ടാവും ശരി എന്ന് പറഞ്ഞേക്കുന്നത്. ശരി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ചാനലിലെ വ്യൂസ് പോകുന്നത്, മൊത്തത്തിൽ വ്യൂസ് പോകുന്നത് ശരാശരിയാണ് എന്നാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. കാരണം എന്താണ്, കാരണം നിങ്ങളെപ്പോലെ തന്നെ നല്ല മടിയാണ് എനിക്ക്. അപ്പം ഞാനും എന്താ പറയുക, ഈ വീഡിയോ ഇടുന്നത് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വ്യൂസ് വളരെ ശരാശരി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നേരെ ഈ ആരോ എന്ന് പറയുന്നത് നേരെ മുകളിലേക്ക് കാണിക്കും. ഇതിപ്പോൾ ശരാശരിയാണ് കിടക്കുന്നത്. അതുപോലെ വാച്ച് അവേഴ്സ് കണ്ടില്ലേ, നേരെ താഴേക്കാണ്. അപ്പം ഈ എന്താ പറയുക, ഈ വീഡിയോസ് ഇന്ന് കുറവായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് അതും നേരെ താഴേക്കാണ് കാണിക്കുന്നത്. പിന്നെ വലത് സൈഡിൽ എസ്റ്റിമേറ്റഡ് റവന്യൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ റവന്യൂ എന്ന് പറയുന്നത് കാണിക്കുന്നത് ചാനൽ മോണിറ്റൈസ് ആയവരുടെ മാത്രമേ അങ്ങനെ കാണിക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ, അവിടെ നേരെ താഴേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് പബ്ലിഷ്ഡ് കണ്ടന്റ്, അതായത് നമ്മൾ ഏറ്റവും പുതിയതായിട്ട് പബ്ലിഷ് ചെയ്തേക്കുന്ന കണ്ടന്റ് ഏതാണെന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു ഷോർട്സ് ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി എത്ര ഇത് കണ്ടില്ലേ, അതായത് മറ്റേ ഡോളറിൻ്റെ ഒരു ചിഹ്നം വന്നേക്കുന്നത് കണ്ടില്ലേ. ഈ ഡോളറിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോയിലൂടെ നമുക്ക്, അല്ലെങ്കിൽ ഈ ഷോർട്സിലൂടെ നമുക്ക് പണം ലഭിക്കുന്നുണ്ട് എന്നാണ് അതിനകത്തൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നേരെ അതിൻ്റെ വലതുവശത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനിപ്പോൾ എത്രയാണ് വ്യൂ കിട്ടിയേക്കുന്നത്, അതുപോലെ എത്ര ലൈക്കാണ് അതിൻ്റെ വലതുവശത്ത്, എത്ര ലൈക്കാണ് കിട്ടിയേക്കുന്നത്, എത്ര പേര് കമൻറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം വലത് സൈഡിൽ കാണിക്കും. വീണ്ടും അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റാങ്കിങ് ബൈ വ്യൂസ്, അതായത് 10 വീഡിയോയിൽ എത്രാമത്തെ വീഡിയോ ആണ് നമ്മുടെ ഈ വീഡിയോ, അപ്പോൾ ഇത് 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിനേക്കാളും വ്യൂസും എന്താ പറയുക നല്ല പെർഫോമൻസ് ഉള്ള 2 വീഡിയോ വേറെ ഉണ്ട് എന്നുള്ള അർത്ഥമാക്കാം നമുക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ വ്യൂസ് അങ്ങനെ ആരോ കാണിക്കുന്നുണ്ടല്ലേ, മേളിലോട്ടാണ്. അതുപോലെ തന്നെ ആവറേജ് പെർസെൻറ്റേജ് വ്യൂ മേളിലോട്ടാണ്. പിന്നെ ലൈക്ക് ശരാശരിയാണ്, കുഴപ്പമില്ല എന്നുള്ള രീതിയാണ് നമുക്ക് ഈ ഷോർട്സിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് ബേസിക്കായുള്ള കാര്യം മാത്രമാണ്. അതായത് താഴെ നിങ്ങൾ കണ്ടില്ലേ ഡാഷ്ബോർഡ്, ഇത് കണ്ടില്ലേ ഒരു ചതുരക്കട്ടയിൽ. അപ്പോൾ ഇത് ഇവിടെയാണ് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്താണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കുന്നത്. വീണ്ടും അവിടെ നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, നമുക്ക് കുറച്ച് എന്താ പറയുക കമ്മ്യൂണിറ്റികൾ, അതായത് കുറേ പേര് കമൻറ്റ് ചെയ്തേക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് പേരെ മാത്രം അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ ഇതല്ല നമുക്ക് ആവശ്യം, നമ്മൾ നേരെ അടുത്ത പേജിലേക്ക് പോകണം. അടുത്ത പേജാണ് കണ്ടൻറ്റ്. ഈ കണ്ടൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതാ കണ്ടില്ലേ, വീഡിയോസ്, അതുപോലെ തന്നെ ഷോർട്സ്. അപ്പോൾ വീഡിയോസിൻ്റെ ഒരു മിനിറ്റ്, ഈ വീഡിയോസ്, അതായത് വ്യൂ ഓൾ എന്നുകൊണ്ട് കിടക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഈ വ്യൂ ഓളിലേക്ക് നമ്മൾ നേരെ പോകുന്നു. അതായത് ഇത് വീഡിയോസിൻ്റെ
കണ്ടന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ വ്യൂ ഓൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനകത്ത് വന്നേക്കുന്ന വീഡിയോസാണ്, ഷോർട്സ് അല്ല കേട്ടോ. ഷോർട്സിൻ്റെ കണ്ടന്റ് വേറെയാണ്, അത് ഞാൻ പരിചയപ്പെടുത്തരാം. അപ്പോൾ ഇതാണ് ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്ന എൻ്റെ വീഡിയോകൾ മൊത്തം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് അറിയാൻ പറ്റുന്നത് എന്തൊക്കെ കണ്ടന്റാണ് നമ്മൾ ഇട്ടേക്കുന്നത് നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതാണ്ട് ഈ വലത് സൈഡിൽ ഡോളറിൻ്റെ ചിഹ്നം കണ്ടില്ലേ, അതായത് ഒരു പച്ച കളറിൽ, ഈ പച്ച കളറിൽ വന്നിരിക്കണം, മനസ്സിലായോ? അതായത് ഒന്ന് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് പൈസ കിട്ടുന്നുണ്ട് എന്നാണ് അർത്ഥമാക്കേണ്ടത്. ഓക്കെ, ഇനി അപ്പം ഇത് ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഓരോ വീഡിയോയും എങ്ങനെയാണ് പെർഫോമൻസ്, നേരെ മുകളിലേക്കാണോ താഴേക്കാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നേരെ ഒന്ന് നോക്കാം. ഇതിൻ്റെ ഇപ്പോൾ ഉദാഹരണം ഇടുക്കിയിൽ ശക്തമായ മഴ. അപ്പോൾ ഇത് ജസ്റ്റ് ഇതൊന്നും നമ്മൾ നേരെ ഈ വീഡിയോ നേരെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ്. ക്ലിക്ക് ചെയ്യാൻ നമ്മൾ നേരെ അകത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഇതുണ്ട്, ഇത് പബ്ലിക്കാണ്. അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ഓൺ ആണ്. ഇത് കണ്ടില്ല താഴെ എല്ലാം കൊടുക്കുന്നത്. റെസ്ട്രിക്ഷൻ, അതായത് റെസ്ട്രിക്ഷൻസ് അതാണ്. ഇപ്പോൾ കോപ്പിറൈറ്റ് ആണെങ്കിൽ ഈ നണ്ണ് മാറിയിട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് കണ്ടൻറ്റ് വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് കാണിക്കും. ഓക്കെ, ഇനിയിപ്പം ക്വാളിറ്റി, അത് ഏത് രീതിയിലുള്ള വീഡിയോ ആണ് നമ്മൾ ഇട്ടേക്കുന്നത്, SD വീഡിയോ ആണോ, പിന്നെ HD വീഡിയോ ആണോ, അതോ 4K വീഡിയോ ആണോ എന്നുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കും. പിന്നെ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ എല്ലാം കാണിക്കും. അതിൻ്റെ വ്യൂസ്, ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് മേളിലോട്ടാണോ, പിന്നെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം കാണിക്കും. ഇനി ഇത് മാത്രം പോരാ, ഇനിയും ഇതിൻ്റെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇതിൽ നമ്മൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതാ കണ്ടില്ലേ, ഇതിനകത്ത് എന്നിട്ട് ഓവർ വ്യൂ, അതായത് വ്യൂസ് എങ്ങനെയാണ് പോകുന്നത് കണ്ടില്ലേ. ആദ്യം ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ നേരെയാണ് പോകുന്നത്, മനസ്സിലായോ? അതായത് ആദ്യം ഒന്ന് കയറും പിന്നെ ഇങ്ങനെയാണ് പോകുന്നത് ഇതിൻ്റെ വ്യൂസ്. പിന്നെ വാച്ച് അവേഴ്സ് എങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ സബ്സ്ക്രൈബേഴ്സ്, ഈ വീഡിയോയിൽ നിന്ന് മാത്രം നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടി എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നീട് വരുന്നത് എസ്റ്റിമേറ്റഡ് റവന്യൂ ആണ്. അപ്പോൾ അതിലേക്ക് പോകുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അത് മോണിറ്റൈസ് ആയവർക്ക് മാത്രമേ അത് ആ ഒരു സംഭവം കാണിക്കത്തുള്ളൂ. ഇനി നേരെ നമ്മൾ താഴേക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇതിനകത്ത് യൂട്യൂബ് റെക്കമെൻഡേഷൻ ഇതുണ്ടല്ലോ, റെക്കമെൻഡേഷനിലൂടെ നമ്മുടെ ഈ വീഡിയോ എന്തേരം കയറി എന്നുള്ളത് കാരണം ഇതിനകത്ത് കാണിക്കും. പിന്നെ ഇതിൻ്റെ ചാനൽ പേജ് വഴി എത്രയാണ്, പിന്നെ യൂട്യൂബ് സെർച്ച് വഴി എത്രയാണ് കയറിയേക്കെന്നുള്ള കാര്യം കാണിക്കും. പിന്നെ നോട്ടിഫിക്കേഷനിലൂടെ, പിന്നെ അതേഴ്സ്, ഈ അതേഴ്സിനകത്താണ് ഇവർ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മളെ വീഡിയോ, അതായത് നമ്മൾ ഫേസ്ബുക്കിലൂടെയും അത് പിന്നെ വാട്സാപ്പിലൂടെയൊക്കെ നമ്മൾ ലിങ്ക് ഷെയർ കൊടുക്കുമല്ലോ, അങ്ങനെയാണ് ഈ അതേഴ്സ് എന്ന് പറയുന്ന സംഭവങ്ങളകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമ്മൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ കണ്ടന്റ് നമ്മൾ നോക്കി. ഈ കണ്ടന്റിനകത്ത് അതുപോലെ തന്നെയാണ്, ഇതിപ്പം വീഡിയോയുടെ കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തന്നെ. ഇനി ഷോർട്സ്, ഇതുപോലെ തന്നെ ഷോർട്സും ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് ഞാൻ ഷോർട്സ് ഇട്ടേക്കുന്നത്. ഇതിനകത്ത് കാണിക്കാം. അപ്പോൾ ഇത് നേരെ വ്യൂ ഓൾ കൊടുക്കുന്നു. ഈ വ്യൂ ഓൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഷോർട്സിൻ്റെ മൊത്തത്തിലുള്ള കണ്ടന്റ് ലിസ്റ്റിനകത്ത് വരും. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഇത് കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ നോക്കിയാൽ മതി. അതായത് ഈ പച്ച കളർ ഡോളറിൻ്റെ ചിഹ്നം എന്നൊക്കെ നമുക്ക് ഇതിനകത്തെല്ലാം പൈസ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മോണിറ്റൈസേഷനാണ്, നമുക്ക് ഇതിൽ നിന്നെല്ലാം വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് അതിൻ്റെ ഇപ്പം വലിയൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇതെൻ്റെ മിന്നൽവള കയ്യിലിട്ട പെണ്ണഴക എന്ന് പറയുന്നൊരു വീഡിയോ നിങ്ങളിപ്പോൾ ഉണ്ടായിരുന്നല്ലോ, വൈഫ് ചെയ്ത്. അപ്പോൾ ഇതിനകത്ത് ഇത് കണ്ടില്ലേ, ഈ പച്ച കളറിന് ഇപ്പറേ ഒരു കോപ്പിറൈറ്റില്ലേ, ഇത് കണ്ടില്ലേ, കോപ്പിറൈറ്റ് എന്ന് എഴുതിയേക്കുന്നു. നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ വീഡിയോയിലും ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ്ട് വിസിബിലിറ്റി പാർട്ടീഷ്യലി ബ്ലോക്ക്ഡ് എന്ന് വേണ്ടി കൊടുത്തേക്കുന്നു. ഞാൻ ഇത്ര സൗണ്ടിൽ പറയുന്ന മറ്റൊന്നുമല്ല, നല്ല മഴയുണ്ട്. അപ്പോൾ മഴയുടെ സൗണ്ട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ക്ഷമിക്കുക, വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ മഴയുടെ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പാർട്ടീഷ്യലി ബ്ലോക്ക്ഡ് എന്ന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ മോണിറ്റൈസേഷൻ ഓൺ എന്ന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ റെസ്ട്രിക്ഷൻസ് കോപ്പിറൈറ്റ് എന്ന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ വീഡിയോ കോപ്പിറൈറ്റ് ആണ് എന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. പക്ഷെ നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളില്ല. കാരണം ഇത് അതായത് ഈ വീഡിയോ നമ്മുടെ ചാനലിനെ ബാധിക്കില്ല എന്നാണ് ഇവർ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഈ അതായത് പാർട്ടീഷ്യലി ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് ഈ വിസിബിലിറ്റിയിൽ വരുന്നത് പാർട്ടീഷ്യലി ബ്ലോക്ക്ഡ് എന്നായിരിക്കത്തില്ല, ചിലർക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്നായിരിക്കും വന്നേക്കുന്നത്. ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ അത് ബാധിക്കും. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ അത് ഡിലീറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കോപ്പിറൈറ്റ് ക്ലെയിം ആണെങ്കിൽ പോലും നമ്മൾ ക്ലെയിം എന്ന് വന്നു കഴിഞ്ഞാൽ പോലും നമ്മളത് നോക്കേണ്ട കാര്യമില്ല, നമുക്ക് വീഡിയോ ഇടാം. പിന്നെ അതുപോലെ തന്നെ ഈ ഷോർട്സിനകത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോപ്പിറൈറ്റ് കിട്ടുന്നതല്ലേ, കാരണം ഈ പുതിയ സോങ്സ് ഒക്കെ ഇടുമ്പോൾ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഷോർട്സിനകത്ത് ഈ കോപ്പിറൈറ്റ് വരുന്ന കൂടുതലും ചാൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ 60 സെക്കൻഡിന് മുകളിലുള്ള ഷോർട്സിനാണ് അതായത് ഈ കോപ്പിറൈറ്റ് കൂടുതലും വരുന്നത്. നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ 60 സെക്കൻഡിൽ താഴെയുള്ള ഷോർട്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അതായത് 1 മിനിറ്റ് താഴെയുള്ള ഷോർട്സാണ് നിങ്ങൾ ചെയ്യുന്നത്, കോപ്പിറൈറ്റ് വരുന്നത് വളരെ കുറവായിരിക്കും, ഇല്ലെന്ന് തന്നെ വേണം പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നേരെ മറ്റ് അടുത്ത പേജിലേക്ക് നമുക്ക് പോകാം. അടുത്താണ് അനലൈസ്. ഇതിൻ്റെ താഴെ കണ്ടില്ലേ? ഓക്കെ, അനലിറ്റിക്സ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്താണ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത്. നമ്മുടെ വ്യൂസ്, അത് മൊത്തത്തിലുള്ള ചാനലിൻ്റെ വ്യൂസാണ് പോകുന്നത്, എങ്ങനെയുണ്ട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ ടോപ്പ് കണ്ടൻറ്റ് ഏതൊക്കെയാണെന്നുള്ള കാര്യം ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിയൽ ടൈം, അതായത് ഇപ്പം നിലവിൽ ഏത് വീഡിയോ ആണ് നമ്മുടെ നല്ല പെർഫോമൻസ് കയറുന്നത്, അതിൻ്റെ ഗ്രാഫുകളും താഴെയെല്ലാം ഈ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ അനലിറ്റിക്സിൽ വരുന്ന ഓവർവ്യൂ എന്ന് പറയുന്നത്. അടുത്ത് കണ്ടൻറ്റിലേക്ക് പോവാം. ഈ കണ്ടൻറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യൂസ് എങ്ങനെയാണ് നമ്മുടെ പോകുന്നത്, അതുപോലെ എൻഗേജിങ് വ്യൂവേഴ്സ്, അതുപോലെ ലൈക്ക് എങ്ങനെയാണ് പോകുന്ന കാര്യങ്ങളെല്ലാം മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൗ വ്യൂവേഴ്സ് എൻഗേജ്ഡ്, എങ്ങനെയുണ്ട് നമ്മുടെ വ്യൂവേഴ്സ് എന്നുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യത്തിലേക്കാണ് ഞാൻ കൂടുതൽ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ സ്ക്രോൾ ചെയ്ത് പോയി, അതായത് ടോപ്പ് ഷോർട്സ്, നമ്മുടെ ഷോർട്സിൽ ഏറ്റവും വ്യൂ കിട്ടിയ ഷോർട്സ് ഏതാണെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹൗ വ്യൂവേഴ്സ് ഫൈൻഡ് യുവർ ഷോർട്സ്, അതായത് നമ്മുടെ ഷോർട്സ് നമ്മുടെ ആൾക്കാരും മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിയത് എങ്ങനെയാണ്. അപ്പോൾ ഷോർട്സ് ഫീഡ് വഴിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത്. രണ്ടാമത്തെ ചാനൽ പേജ് വഴി, മൂന്നാമത്തെ യൂട്യൂബ് സെർച്ച് വഴി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കടുത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഡിയൻസ് ആണ്. ഈ മേളിൽ ഓഡിയൻസ് വേണില്ലേ, ആ ഓഡിയൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പം ഇതിനകത്താണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ഗ്രാഫ് കണ്ടില്ലേ, അതായത് റിട്ടേണിങ് വ്യൂവേഴ്സും ഉണ്ട്, ന്യൂ വ്യൂവേഴ്സും ഉണ്ട്. ഈ റിട്ടേണിങ് വ്യൂവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, അതിനാണ് ഈ എന്താ പറയുക, ഈ പിങ്ക് പോലത്തെ കളർ. എന്നാൽ ഒരു ബ്ലൂ കളറിൽ വന്നേക്കുന്നതാണ് ന്യൂ വ്യൂവേഴ്സ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ചാനലിൽ എപ്പോഴും നമുക്ക് ന്യൂ വ്യൂവേഴ്സ് ആണ് വേണ്ടത്. അതായത് ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത ആൾക്കാരും നമ്മുടെ ചാനൽ കാണുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു ഗ്രാഫിൽ നിന്നാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആൾക്കാരെക്കാൾ കൂടുതൽ കാണുന്നത്, അതായത് പ്രത്യേകിച്ച് എൻ്റെ ഈ ചാനലിൽ കാണുന്നത് ന്യൂ വ്യൂവേഴ്സാണ് കൂടുതൽ. സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ആൾക്കാരും കാണുന്നുണ്ട്, അത് കുറവാണ്. എന്നാൽ കൂടുതലും ന്യൂ വ്യൂവേഴ്സാണ് കാണുന്നത്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം. അതായത് നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ വെൻ യുവർ വ്യൂവേഴ്സ് ആർ ഓൺ യൂട്യൂബ്, അതായത് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ വീഡിയോ ഇടുന്ന ടൈം ഏതാണ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്ന കാണിക്കുന്ന ഒരു ഡയഗ്രാം എന്ന് പറയുന്ന ഇതാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ടൈം കാണിക്കുന്നുണ്ട്, യുവർ ലോക്കൽ ടൈം. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് കൊടുത്തേക്കുന്നത് എൻ്റെ 5:30 PM ആണ്. 5:30ക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ, അതായത് ഞാൻ കൂടുതലും വീഡിയോസ് ഇടുന്ന നല്ല ടൈം എന്ന് പറയുന്നത്. അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സ് ചാനൽ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ റീച്ച് ആകാൻ ചാൻസ് അത് ഈ ടൈമാണെന്ന് വേണ്ടി കാണിച്ചു തരും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും കറക്റ്റ് യൂട്യൂബ് വൈറ്റി സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. നിങ്ങൾ പ്രത്യേകം ഈ ഒരു ഓഡിയൻസിനകത്ത് ഈ ഭാഗം എടുത്ത് നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കണ്ടൻറ്റ് ഏത് രീതിയിലാണ് ആൾക്കാർ കാണുന്നത്, അതായത് ഏത് ഡിവൈസ് ഉപയോഗിച്ചാണ് ആൾക്കാർ കാണുന്നത് എന്നുള്ളതാണ് ഡിവൈസ് ടൈപ്പ്. അതായത് മൊബൈലിൽ കൂടെ കാണുന്ന 95% ആൾക്കാർ, 95.6% ആൾക്കാർ മൊബൈലിൽ കൂടെ, ടി വിയിൽ കൂടെ ഇത്രയും പേര് 2.3%, അതായത് ടി വിയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് കാണുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കാണുന്ന ഇത്ര പേര്, പിന്നെ ടാബ്ലറ്റ് ഉപയോഗിച്ച് കാണുന്ന അത്രയും പേര്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് നമ്മുടെ ഈ ചാനലിൽ നമ്മളിടുന്ന വീഡിയോസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഏത് വയസ്സിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് 13 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളത് വളരെ കുറവാണ് എൻ്റെ ചാനലിൽ, അതായത് 3% ഉള്ളൂ. എന്നാൽ 18 വയസ്സ് തൊട്ട് 24 വയസ്സ് വരെയുള്ളവരും കുഴപ്പമില്ല ആൾക്കാർ, എന്നാൽ അത് 10.5%. ഇനി 25 തൊട്ട് 34 വയസ്സ് വരെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ. ഈ ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, ഏറ്റവും കൂടുതൽ. പിന്നെ 35 തൊട്ട് 44 വയസ്സ് വരെയാണ് സെക്കൻഡ് സ്ഥാനത്ത് നിൽക്കുന്നത്. പിന്നെ 45 തൊട്ട് 54, അതായത് സത്യം പറയുകയാണെങ്കിൽ
ഒരു ടീനേജ് പ്രായം കഴിഞ്ഞുള്ള ആൾക്കാരാണ് എൻ്റെ ചാനലിൽ കൂടുതൽ. പിള്ളേർ സെല്ലിലേക്ക് പോയി കഴിയുമ്പോൾ എൻ്റെ എന്താ പറയുക, ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരെന്ന് പറയുന്നത് കാണുന്നത് വളരെ കുറവാണ്. ഒരു എന്താ +2 പഠിക്കുന്ന പിള്ളേർ ഒക്കെ എൻ്റെ ചാനൽ കാണുന്നത് വളരെ കുറവാണ്. അത് കഴിഞ്ഞിട്ടൊരു കോളേജ് തൊട്ടുള്ള ആൾക്കാർ മാത്രമാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട എന്താണ് കാര്യം, അവർക്ക് താല്പര്യമുള്ള വീഡിയോ ഇടുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇപ്പം നിങ്ങളെല്ലാം വീഡിയോ ഇടുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ ഈ ഏജ് ഗ്രൂപ്പ് എടുത്ത് നോക്കണം. ഏത് കാറ്റഗറി ഉള്ള ആൾക്കാരാണ്, ഏത് ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് ആർക്കാണ് ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ 25 തൊട്ട് 34 വയസ്സ് വരെ ഉള്ളവരും പിന്നെ 35 തൊട്ട് 44 വയസ്സ് വരെ ഉള്ളവരുമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട് 45 തൊട്ട് 54 വയസ്സ് വരെയുള്ള ആൾക്കാരും ഒട്ടും മോശമല്ല. അതുപോലെ തന്നെ ഒട്ടും മോശമല്ല 55 തൊട്ട് 64 വയസ്സ് വരെ ഉള്ളവർ ഒട്ടും മോശമല്ല. അതായത് നല്ല എന്താ പറയുക, നല്ല പ്രായമുള്ള ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. 65-ന് മുകളിൽ പ്രായമുള്ള ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിൽ നമുക്ക് ഉപയോഗിക്കാം. എന്തൊക്കെ വീഡിയോസാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മറക്കാതെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ ജെൻഡർ, അതായത് ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ നമ്മുടെ വീഡിയോ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്നുള്ള കാര്യങ്ങൾ. എൻ്റെ നേരത്തെ ഇത് മാറിയും തിരിഞ്ഞൊക്കെ വരും കേട്ടോ. എൻ്റെ നേരത്തെ കിടന്നും ഫീമെയിലായിരുന്നു ഏറ്റവും കൂടുതൽ എൻ്റെ ചാനൽ കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം കണ്ടില്ലേ, മെയിലാണ്. മെയിൽ 52% ആൾക്കാരാണ് ആണുങ്ങൾ ഇത് കാണുന്നത്. പെണ്ണുങ്ങൾ കാണുന്ന കഴിഞ്ഞാൽ 48% ആൾക്കാരാണ് കാണുന്നത്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ആണുങ്ങൾ കാണാൻ തുടങ്ങിയെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല. നേരത്തെ ഞാനും വൈഫും കൂടിയാണ് കൂടുതൽ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം കൂടുതൽ ഫീമെയിൽസാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് ഞാൻ മാത്രമായിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മെയിൽ മാത്രമായിട്ട് കയറിയത്. അപ്പം പുള്ളിക്കാരി തിരക്കായതുകൊണ്ടാണ് വരാൻ പറ്റാതെ വരുന്നത്. പിന്നെ നേരെ താഴേക്ക് ജോഗ്രഫി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരാണോ വെളിയിലുള്ള ആൾക്കാരാണോ കൂടുതൽ നമ്മുടെ വീഡിയോ കാണുന്നത്, വെളിയിലുള്ള ആൾക്കാർ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർ 91.2% കാണുന്നുണ്ട്. പിന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലുള്ള 2% കാണുന്നുണ്ട്. പിന്നെ സൗദി അറേബ്യ ഉള്ളവർ 0.9% അങ്ങനെയുള്ള ആൾക്കാർ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടോപ്പ് ഇതിൻ്റെ സബ്ടൈറ്റിൽസ് ആൻഡ് ലാംഗ്വേജ്. അതുപോട്ടെ, രണ്ടാമത് വാച്ച് ടൈം ഫോർ സബ്സ്ക്രൈബേഴ്സ്. അതായത് നോട്ട് സബ്സ്ക്രൈബേഴ്സും ഉണ്ട്, സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. അതായത് നമ്മുടെ വീഡിയോ വാച്ച് ടൈം ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് ഇതുണ്ട് നോട്ട് സബ്സ്ക്രൈബ്, അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. എൻ്റെ ഇപ്പോൾ ഇതിനകത്ത് ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരും കാണുന്നില്ല എന്നല്ല, അവരും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കിതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്കിതിനകത്ത് എന്താ പറയുക പരിചയപ്പെടാൻ പറ്റും. അപ്പോൾ ഇതാണ് ഓഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് മേളിൽ കണ്ടില്ലേ, ഓഡിയൻസ് കഴിഞ്ഞാൽ പിന്നെ റവന്യൂ ആണ്. ഈ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മോണിറ്റൈസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ആ ഒരു പേജിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ കേട്ടോ. പിന്നെ നേരെ കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, എന്താ പറയുക, നമുക്കിതുവരെയുള്ള ഓരോ ആൾക്കാർ അയച്ചേക്കുന്ന കമൻസുകളാണ്. അതാണ് ഈ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ പക്കായിട്ട് റിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ അതുപോലെ തന്നെയാണ് ഏണിങ്സും ഇതുണ്ടല്ലേ, യൂട്യൂബ് പാർട്ണർ. അതായത് ഓൾറെഡി ഞാൻ അങ്ങനെ വരാൻ കാരണം നമ്മൾ മോണിറ്റൈസ് ചാനലുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ കാണിക്കുകയുള്ളൂ. ഓക്കെ, യൂട്യൂബ് പാർട്ണർ എന്നുകൊണ്ട് കാണിക്കുകയുള്ളൂ. ഓക്കെ, അത് നിങ്ങളുടെ ചാനലും 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവേഴ്സും കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഓൾറെഡി നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, അപ്പം ഇത്ര കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിനകത്തുള്ളത്. അപ്പം ഇനി എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ YT സ്റ്റുഡിയോ ഉപയോഗിച്ച് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ഗ്രൂപ്പ് നമ്മൾ നോക്കുക. ഏത് രീതിയിലുള്ള വീഡിയോസാണ് ആൾക്കാർക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ആ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചുള്ള ഏതൊക്കെ വീഡിയോ നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് നമുക്ക് ഇതിനകത്തോടെ നമ്മുടെ ചാനലിലൂടെ കൊടുക്കാൻ പറ്റും. അതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഓരോ വീഡിയോയുടെയും ഗ്രാഫ് എങ്ങനെയാണ് പോകുന്നത്, ഓരോ വീഡിയോയും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഏത് വീഡിയോ ആണ് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചേക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ YT സ്റ്റുഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതേ രീതിയിലുള്ള വീഡിയോ വീണ്ടും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് മസ്റ്റായിട്ടും നമ്മൾ കയറും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിച്ചേക്കുന്ന മറ്റൊരു കാര്യമാണ്, ഞാനിപ്പോൾ ഷോർട്സിലാണ് ഫോക്കസ് ചെയ്തേക്കുന്നത് കേട്ടോ. പക്ഷേ എൻ്റെ ഈ ഷോർട്സ് ചിലപ്പോൾ ഒരു 1.5K കഴിയുമ്പോൾ സ്ട്രക്കായി പോകുന്നു, ചിലപ്പോൾ 1K ആകുമ്പോൾ സ്ട്രക്കായി പോകുന്നു, 2K ആകുമ്പോൾ സ്ട്രക്കായി പോകുന്നു. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്കതിനുള്ള പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല,
എൻ്റെ ഷോർട്സും അങ്ങനെയൊക്കെയാണ് പോകുന്നത് കേട്ടോ. അതായത് ചിലപ്പം 500 ഉള്ളത് ചിലപ്പോൾ സ്ട്രക്കായി പോകും, 1000 ഉള്ളപ്പോൾ സ്ട്രക്കായി പോകും, 2000 ഉള്ളപ്പോൾ സ്ട്രക്കായി പോകും. അത് നമ്മൾ ചെയ്തത് മോശമായതുകൊണ്ടല്ല കേട്ടോ. അതായത് നമ്മൾ ഇനിയും തുടരുക. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് പ്രധാനപ്പെട്ട ഒരു വില്ലനായിട്ട് നിൽക്കുന്ന, പണ്ടതില്ലായിരുന്നു, ഇപ്പോൾ വില്ലനായിട്ട് നിൽക്കുന്ന യൂട്യൂബ് ആൽഗോരിതം എന്ന് പറയുന്നൊരു AI ആണ്. മനസ്സിലായി? ഈ ആൽഗോരിതം കാണിച്ചാണ്, അതായത് നമ്മളിപ്പോൾ എത്ര ആൾക്കാരായിരിക്കും വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ യൂട്യൂബ് ആൽഗോരിതമാണ് നമ്മുടെ ഈ വീഡിയോ മുകളിലേക്ക് എന്താ പറയുക മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നതിനാൽ ഈ ആൽഗോരിതമാണ്. അതായത് യൂട്യൂബിനകത്ത് യൂട്യൂബ് സെറ്റ് ചെയ്യുന്ന ഒരു AI സംവിധാനമാണ് ഈ ആൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ ഈ അനലൈസ് ചെയ്തിട്ടാണ്, നമ്മുടെ വീഡിയോ അനലൈസ് ചെയ്തിട്ടാണ് അത് ആൾക്കാരിലേക്ക് എത്തിക്കണോ വേണ്ടയോ എന്ന് അവൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ വീഡിയോ സ്ട്രക്കായിട്ട് പോകാനുള്ള പ്രധാനമായിട്ട് കാരണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചില നല്ല കണ്ടന്റ് ആണെങ്കിലും നമുക്ക് വ്യൂ കിട്ടാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അതിന് ലൈക്ക് കുറവായിരിക്കും, മനസ്സിലായോ? കമൻറ്റ് കുറവായിരിക്കും. ഈ ലൈക്കും കമൻറ്റും കുറവാണെങ്കിൽ തന്നെ ആ വീഡിയോ കയറുന്ന ഒരു പരിധി വരെ കയറത്തില്ല, അതങ്ങനെ സ്റ്റഡി ആയിട്ട് പോകും. എന്നാൽ ലൈക്കും കമൻറ്റും നമുക്ക് ഒരുപാട് വരുന്നുണ്ടെന്ന് വെച്ചോ, അത്യാവശ്യം അത്ര നല്ല കണ്ടന്റിനെ നമുക്ക് ലൈക്കും കമൻറ്റും ഒക്കെ വരുന്നത്. അങ്ങനെയുള്ളത് പ്രധാനമായിട്ടും ഈ ആൽഗോരിതം ഒക്കെ നോക്കുന്ന പ്രധാനമായിട്ടും ഈ ലൈക്കും കമൻറ്റും ആയിരിക്കും. അതിൽ ഈ കണ്ടന്റ് നല്ല കണ്ടന്റ് ആണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ആൾക്കാരുടെ റെസ്പോൺസ് അനുസരിച്ചാണ്, അല്ലെങ്കിൽ അത് എത്ര ടൈം ആൾക്കാർ കണ്ടു എന്ന് ഇതെല്ലാം മനസ്സിലാക്കിയാണ് യൂട്യൂബ് ആൽഗോരിതം പ്രവർത്തിക്കുന്നത്. അപ്പം നല്ല കണ്ടന്റ് സംഭവം നിങ്ങൾ കൊടുത്തോ, ഉറപ്പായിട്ടും അത് എന്താ പറയുക മുകളിലേക്ക് കയറും. അതുപോലെ എൻ്റെ വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ വരുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് ഇട്ടുകൊണ്ടേ ഇരിക്കുക, അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കയറി പൊക്കോളും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം. അതുകൊണ്ട് YT സ്റ്റുഡിയോ എല്ലാവരും ഉടനെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പിന്നെ കമൻറ്റും കൂടെ ചെയ്തു തരാം കേട്ടോ.